നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തെക്കൻ ലെബനനിൽ ഇസ്രയേൽ സൈന്യം തിങ്കളാഴ്ച നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ പലസ്തീനിലെ ഭീകര സംഘടനയായ ഹമാസിന്റെ തലവൻ കൊല്ലപ്പെട്ടു. ലെബനനിലെ ഹമാസിന്റെ ഓപ്പറേഷൻ വിഭാഗം തലവൻ മുഹമ്മദ് ഷഹീനാണ് കൊല്ലപ്പെട്ടതെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. കാർ ഓടിക്കുന്നതിനിടയിലാണ് ഷഹീൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത്. കാറിന്റെ കത്തിനശിച്ച അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ പ്രകാരം തെക്കൻ ലെബനനിൽ നിന്ന് ഇസ്രയേൽ പൂർണ്ണമായും പിന്മാറുന്നതിനുള്ള സമയപരിധി അവസാനിക്കുന്നതിന് തൊട്ടു മുൻപാണ് ആക്രമണം ഉണ്ടായത്. ഹമാസിന്റെ സായുധ വിഭാഗമായ ഖസ്സാം ബ്രിഗേഡ്സ് ഇസ്രയേലിനെതിരായ പോരാട്ടത്തിൽ മുഹമ്മദ് ഷഹീന് നിർണായക പങ്കുണ്ടായിരുന്നു എന്ന് സമ്മതിച്ചതായാണ് റിപ്പോർട്ട്. ഷഹീൻ ലെബനനിലെ പ്രമുഖ ഹമാസ് നേതാവാണെന്നും മേഖലയിലെ സൈനിക കമാൻഡറാണെന്നും ഇസ്രയേലിന് നേരെ റോക്കറ്റ് തൊടുത്തുവിടുന്നതിൽ പങ്കാളികൾ ആണെന്നും ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇസ്രയേൽ പൗരന്മാർക്കെതിരെ ഇറാന്റെ പിന്തുണയോടെ ഭീകരാക്രമണം നടത്താൻ ഷഹീൻ അടുത്തിടെ ആസൂത്രണം ചെയ്തിരുന്നതായി ഇസ്രയേൽ ആരോപിക്കുന്നു. സ്ഫോടനത്തെ തുടർന്ന് ഒരു കാർ കത്തുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രയേൽ പുറത്തുവിട്ടിട്ടുണ്ട്. ലെബനൻ സൈനിക ചെക്ക് പോസ്റ്റിനും സിഡോണിലെ മുനിസിപ്പൽ സ്പോർട്സ് സ്റ്റേഡിയത്തിനും സമീപത്തായാണ് ആക്രമണം നടന്നത്. ജനുവരി അവസാനമായിരുന്നു ലെബനനിൽ നിന്ന് സൈനികരെ പിൻവലിക്കാനുള്ള സമയപരിധി. എന്നാൽ ഇസ്രയേലിന്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഫെബ്രുവരി 18 വരെ അത് ലെബനൻ നീട്ടി നൽകിയിരുന്നു. ഇതേസമയം ചൊവ്വാഴ്ചയോടെ ഇസ്രയേൽ സൈന്യം പൂർണ്ണമായും പിൻവാങ്ങുമോ എന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും വന്നിട്ടില്ല. ലെബനനിലും ഗാസ മുനമ്പിലും നൂറുകണക്കിന് വെടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുവെന്ന് ഇസ്രയേലിനെതിരെ ആരോപണം ഉള്ളപ്പോൾ തന്നെയാണ് ഹമാസ് നേതാവിന്റെ കൊലപാതകവും ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി ലെബനീസ് അതിർത്തിയിൽ നിന്ന് IDF ഷെഡ്യൂൾ ചെയ്ത പിൻവലിക്കലിന് ഒരു ദിവസം മാത്രമേ ബാക്കിയുള്ളൂ. വെടിനിർത്തൽ കരാർ നിലവിൽ വന്നിട്ടും ലെബനനിന്റെ തെക്ക് കിഴക്കൻ മേഖലകളിൽ ഇസ്രയേൽ വ്യോമാക്രമണം തുടരുക തന്നെയാണ്. മിസൈലുകൾ, യുദ്ധോപകരണങ്ങൾ എന്നിവയുമായുള്ള സൈനിക കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിടുന്നതെന്ന് ഇസ്രയേൽ അറിയിച്ചു. വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ഇസ്രയേലും ലെബനനും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. യഹൂദ രാഷ്ട്രത്തിന്റെ വടക്കുഭാഗത്തുള്ള ഇസ്രയേലി കമ്മ്യൂണിറ്റികളിൽ തുടർച്ചയായി ബോംബാക്രമണം നടത്തിയ ഹിസ്ബുള്ള ഭീകരരെ വേരോടെ പിഴുതെറിയാൻ ഇസ്രയേൽ ഒക്ടോബറിൽ ലെബനൻ ആക്രമിച്ചിരുന്നു. ലെബനനിൽ വെടിനിർത്തൽ കരാർ പ്രകാരം ചൊവ്വാഴ്ചയോടെ ഇസ്രയേൽ സൈന്യം തങ്ങളുടെ സേനയെ പൂർണ്ണമായി പിൻവലിക്കേണ്ടതാണ്. എന്നാൽ തെക്കൻ ലെബനനിലെ 5 തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഇസ്രയേൽ നിയന്ത്രണം നിലനിർത്തുമെന്നാണ് അറിയുന്നത്. ഹമാസ്, ഹിസ്ബുള്ള സാന്നിധ്യം ഈ പ്രദേശങ്ങളിൽ ഇല്ല എന്ന് ഉറപ്പാക്കാൻ സൈന്യത്തിന്റെ സാന്നിധ്യം മേഖലകളിൽ ആവശ്യമാണെന്നാണ് നെതന്യാഹു പറയുന്നത്. US കൂടി അംഗീകരിച്ച താൽക്കാലിക നടപടിയുടെ ഭാഗമായി അതിർത്തിയിലെ 5 പ്രധാന സ്ഥലങ്ങളിൽ തങ്ങളുടെ സൈന്യം തുടരുക തന്നെ ചെയ്യുമെന്ന് ഇസ്രയേലി സൈന്യം തിങ്കളാഴ്ച സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഹിസ്ബുള്ള തെക്ക് നിന്ന് പൂർണ്ണമായും പുറത്തു പോകുന്നതുവരെ ലെബനനിൽ തന്നെ തുടരണമെന്നത് ജൂതരാഷ്ട്രം വാദിക്കുന്ന കാര്യമാണ്. ശരിയായ രീതിയിൽ ക്രമാനുഗതമായി സാധാരണക്കാരുടെ സുരക്ഷ നിലനിർത്തുന്ന തരത്തിൽ ആത്യന്തികമായി പിന്മാറ്റം നടത്താൻ ഇസ്രയേൽ പ്രതിജ്ഞാബദ്ധമാണെന്ന് IDF ലഫ്റ്റനന്റ് കേണൽ നദവ് ഷോഷാനി പറഞ്ഞു. വെടിനിർത്തൽ കരാർ പ്രകാരം ലെബനൻ സൈന്യവും UN സമാധാന സേനയും ക്രമം നിലനിർത്താൻ പട്രോളിംഗ് ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന ബഫർ സോണിൽ നിന്ന് IDF പിന്മാറേണ്ടതായിരുന്നു. കരാർ ബഹുമാനിക്കപ്പെടണമെന്നും ഇസ്രയേലി ശത്രുവിനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഓൺ തുടരാനുള്ള IDFന്റെ തീരുമാനത്തെ നിശ്ചിതമായാണ് അപലപിക്കുന്നത്. തന്റെ രാജ്യത്തു നിന്ന് ഇസ്രയേൽ പൂർണ്ണമായി പിൻവാങ്ങില്ല എന്ന ആശങ്ക ലെബനീസ് പ്രസിഡന്റ് ജോസഫ് ഓൺ തിങ്കളാഴ്ച തന്നെ പ്രകടിപ്പിച്ചിരുന്നു. ഇസ്രയേലിനെതിരെ നയതന്ത്ര മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും ലെബനീസ് പ്രസിഡന്റ് പറയുന്നു. ഒരു ഇസ്രയേലി പോലും ലെബനൻ പ്രദേശത്ത് അവശേഷിക്കുന്നത് ഞാൻ അംഗീകരിക്കില്ല എന്നും ഓൺ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. തെക്കൻ ലെബനൻ അതിർത്തി പട്ടണത്തിൽ ഇസ്രയേൽ വെടിവയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുണ്ട്. ഇസ്രയേൽ രാജ്യത്തിലെ പൗരന്മാർക്കെതിരെ ലെബനൻ പ്രദേശത്ത് നിന്ന് ഇറാന്റെ സഹായത്തോടെ ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് എന്നും ഭീകരർക്ക് ഇറാൻ ധനസഹായം നൽകിയിട്ടുണ്ട് എന്നും IDF ആരോപിക്കുന്നു. മലയാളി വാർത്ത ഇൻസൈഡ്.